ഈ കാണുന്ന റോഡും തിരക്കും റോഡിൽ കൂടെ പോകുന്ന വണ്ടിയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് പന്തളത്ത് ഇന്ന് തിരുവാഭരണം ശബരിമലയിലോട്ട് കൊണ്ടുവന്ന ദിവസമാണ്. അതറിഞ്ഞ് ഇങ്ങനെ ഇന്ന് തിരുവാഭരണം കൊണ്ടുപോകും എന്നൊന്നും അറിഞ്ഞിട്ടല്ല, വെറുതെ ഒന്ന് പന്തളം കൊട്ടാരമൊക്കെ ഒന്ന് പോയി കാണാമെന്ന് വെച്ചിറങ്ങിയതാണ്. അവിടെ എത്തിയപ്പോഴാണ് ഇന്ന് തിരുവാഭരണം കൊണ്ടുവന്ന ദിവസമാണെന്ന് മനസ്സിലായത്. ഒരു കുഞ്ഞ് അയ്യപ്പൻ്റെ കാർഡൊക്കെ എനിക്ക് കിട്ടി. ഇനി അത് കുറേ നാളെ ഞാൻ സൂക്ഷിച്ചു വെക്കും. പോകുന്ന വഴിക്ക് കുറേ സ്വാമിമാരുണ്ട്, അവരൊക്കെ പന്തളത്ത് കയറിയിട്ടായിരിക്കും പോകുന്നത്. അതുകൊണ്ടായിരിക്കും ആ വഴിയിലൊക്കെ എന്തുവാ അവർക്ക് ദാഹിക്കുമ്പം കുടിക്കാനുള്ള വെള്ളവും അവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. ഞാൻ അവിടെ പോയി കണ്ടതും കേട്ടതും ഒക്കെയാണ് ഞാനിവിടെ പറയുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ക്ഷമിക്കണം. നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് ആദ്യം കയറുമ്പോൾ തന്നെ മണികണ്ഠൻ ആൽത്തറ ക്ഷേത്രം എന്നും പറഞ്ഞിട്ട് ഒരു അമ്പലമുണ്ട്. പക്ഷെ അമ്പലത്തിൽ കൂടുതലും സ്വാമിമാരായിരുന്നു. അതുകൊണ്ട് എനിക്കൊക്കെ അവിടെ പോയി തൊഴാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ തൊഴാനൊന്നും നിന്നില്ല. അവിടേക്കൊന്ന് നോക്കിയിട്ട് പിന്നെ നേരെ പന്തളം കൊട്ടാരത്തിൻ്റെ അകത്തോട്ട് പോകാൻ നോക്കി. എൻ്റെ പ്രതീക്ഷ പന്തളം കൊട്ടാരത്തിനകത്തൊക്കെ നമുക്ക് കയറാൻ പറ്റും ഇന്നെന്നായിരുന്നു. പക്ഷെ അതൊന്നും പറ്റത്തില്ല കേട്ടോ. കണ്ടോ അവിടുത്തെ തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. കുറേ കടകളൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോകാൻ നേരം ഈ കടകളൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഭയങ്കരമായിട്ട് പോലീസുകാരും. പന്തളം കൊട്ടാരത്തിൽ എപ്പോഴും പോലീസുകാരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇനി തിരുവാഭരണം എടുത്ത് പുറത്ത് വെച്ചേക്കുന്നത് കൊണ്ടായിരിക്കും ഇത്രയും പോലീസുകാർ. ശബരിമല സീസൺ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. ഇല്ലെങ്കിൽ നമുക്ക് കൊട്ടാരത്തിനകത്തൊക്കെ കയറാൻ പറ്റും എന്നൊക്കെയാണ് തോന്നുന്നത്. കയറാനും പറ്റും, തിരുവാഭരണങ്ങളൊക്കെ നേരിട്ട് കാണാനും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതിനെപ്പറ്റി വലിയ പിടിയില്ല. കുറച്ച് സമയം അവിടെ നിന്ന് അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ തിരുവാഭരണം കാണാൻ വേണ്ടിയിട്ട് പോയി. പക്ഷേ ഞങ്ങൾ ചെന്നത് താമസിച്ചിട്ടാണോ തിരുവാഭരണം എടുക്കാൻ ഇനി 1 മണിക്കായ തിരുവാഭരണം എടുക്കുന്നത്. ഞങ്ങൾ 12 മണിക്ക് മുന്നേ ചെന്നായിരുന്നു. ഇനി അതുകൊണ്ടാണോ കാണിക്കാൻ അതിനെ പറ്റിയിട്ടൊന്നും അറിയത്തില്ല. പക്ഷേ പോലീസുകാരകത്തോട്ട് കയറ്റിയില്ല, കാണാൻ വേണ്ടിയിട്ട് കയറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടുന്ന് വേറൊരു അമ്പലത്തിലോട്ട് പോയി. അതിനിടയിൽ ഞങ്ങൾ കണ്ടതായി കൃഷ്ണപരുന്ത്. കണ്ടോ, എപ്പോഴും എല്ലാ വർഷവും ടി വിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് കൃഷ്ണപരുന്ത് ഈ തിരുവാഭരണത്തിൻ്റെ മേളിൽ കൂടെ പറക്കുന്നത്. എങ്ങനെ അവിടെ കറക്റ്റായിട്ട് തിരുവാഭരണത്തിൻ്റെ മേളിൽ കൂടെ പറക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണപരുന്ത് വരുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. അവിടെ ചെന്ന് നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി, ഇതെങ്ങനെ വരുന്നെന്ന്. ഞങ്ങൾ പിന്നെ അവിടുന്ന് നേരെ വേറൊരു അമ്പലത്തിലോട്ട് പോയി. ആ അമ്പലത്തിലോട്ട് പോകുന്ന ഇതേപോലത്തെ ഒരു പാലത്തിൽ കൂടെ അതുവഴി നടക്കുമ്പോൾ എന്തുവാ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നമുക്ക് നേരെ നടക്കാനൊക്കത്തില്ല. പിന്നെ ആ പാലത്തിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, അതുവഴി ഫോണൊക്കെ പോകുമെന്ന് പേടിക്കണം. പക്ഷെ എന്നാലും ഞാൻ ഇടിയെടുക്കും. അപ്പുറത്തൂടെ വേറൊരു പാലമുണ്ട്. ഈ പാലം വഴി ചിലപ്പോൾ അമ്പലത്തിൽ പെട്ടെന്ന് എല്ലാം പറ്റും. അവിടെ ഞാൻ കണ്ട് സ്ത്രീകൾക്ക് പ്രത്യേകം ഒരു കുളിക്കടവൊക്കെ. കൊള്ളാം, ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണുക. എല്ലായിടത്തും അങ്ങനെ പ്രത്യേകമൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ കുളമുണ്ടല്ലോ. ആ പാലം കയറി ചെല്ലുന്നത് കൈപ്പുഴ ശിവക്ഷേത്രം എന്ന് പറയുന്ന ഒരു അമ്പലത്തിലോട്ടാണ്. അവിടെ ഞങ്ങൾ കയറി തൊഴുതൊന്നുമില്ല, വെറുതെ പുറത്തുനിന്ന് നോക്കിയിട്ട് ഞങ്ങളിങ്ങനെ പോരുന്നു. തിരിച്ചു വരുന്ന വഴിക്കാൻ ശ്രദ്ധിച്ചത് അവിടെ പുരുഷന്മാർക്ക് പ്രത്യേകം കുളമുണ്ട്. പക്ഷെ അത് ഡേഞ്ചർ സോൺ എന്നൊക്കെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അവർക്കൊരു പ്രശ്നം വരത്തില്ലയോ അങ്ങോട്ട് ഇറങ്ങുമ്പം, ആർക്കറിയാം. എന്തായാലും പ്രത്യേകം സ്ത്രീക്കും പുരുഷനും കുളിക്കാൻ കുളക്കടവൊക്കെ ഉള്ളൊരു അമ്പലം ഞാൻ ആദ്യമായിട്ട് കാണുക. അവിടുന്ന് തിരിച്ചു വരണമെങ്കിൽ പിന്നെ ആ പാലം കയറണമായിരുന്നു. ഐശ്വര്യക്കാണ് എനിക്ക് നല്ല വീടുണ്ട് അത് വഴി പോകാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ആ പാലത്തിൽ കൂടെ ഒത്തിരി ആൾക്കാർ നടക്കുന്നതുകൊണ്ടായിരിക്കും ഇത്രയും കുലുക്കം. അവിടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് 50 പേര് മാത്രമേ ഇതുവഴി പോകാൻ പറ്റത്തോളെന്ന്. പക്ഷേ ഇപ്പം നല്ല തിരക്കുള്ളതുകൊണ്ടായിരിക്കും ഇത്രയും പേരായിട്ട് പോകുന്നത്. ഇനി മണിക്ക് തിരുവാഭരണം എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ കൈപ്പുഴ അമ്പലത്തിന് തിരിച്ചു വന്നപ്പോഴത്തേക്ക് തിരുവാഭരണം എടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അത് തിരുവാഭരണം അല്ലായിരുന്നു, പല്ലക്കായിരുന്നു. അതിന് വേറെ എന്തോ പേരാട്ടോ പറയുന്നത്. ഈ 3 പരുന്ത് എന്തോ വട്ടമിട്ട് പറന്ന ശേഷം ഇത് എടുക്കത്തോളെന്നാണ് പറയുന്നത്. പക്ഷേ 3 പരുന്തിനെ കണ്ടില്ല. എങ്ങനെ നോക്കിയിട്ട് 2 കണ്ടോളൂ. ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് കേട്ടതാ. എത്രമാത്രം ശരിയാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എല്ലാ പ്രാവശ്യവും ടി വിയിൽ കാണാറുണ്ട് ഈ തിരുവാഭരണം എടുക്കുന്ന സമയത്ത് പരുന്ത് ഇങ്ങനെ മേളിൽ കൂടെ പറക്കുന്നത്. പിന്നെ കുറേ പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അങ്ങോട്ട് പോയപ്പം തുറന്നിരുന്ന കടകളെല്ലാം തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലെല്ലാം അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് തിരുവാഭരണം വരുമ്പം കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ആദ്യം നിന്ന സ്ഥലത്ത് നിന്ന് മാറി പിന്നെ ഇവിടെ വന്ന് നിന്നു. അവിടെ നിന്നപ്പം കുറേ പേരല്ല, നമുക്ക് പൂ തരുന്നുണ്ടായിരുന്നു. തിരുവാഭരണം എന്ത് വരുമ്പം ഇടാനുള്ളതാണ് അറിയത്തില്ലായിരുന്നു. പക്ഷെ പൂ തന്നു. തിരുവാഭരണം വരുമ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചു ആ തരുന്ന പൂ നമ്മൾ മണത്ത് നോക്കിക്കൂടാ. പക്ഷെ ഞാനത് മണത്തു, എനിക്കറിയത്തില്ലായിരുന്നു. ഇതിനിടയിൽ കൂടെ ആരൊക്കെയോ മണിയൊക്കെ കിലുക്കിക്കൊള്ളുമെന്ന്. അവരുടെ ദേഹത്ത് ഫുള്ള് മണിയായിരുന്നു. പിന്നെ അവിടുന്ന് തിരുവാഭരണം എടുത്തു.
ആദ്യം പല്ലക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. തിരുവാഭരണം കാണാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പം നല്ല തിരക്കാന്ന് പറഞ്ഞാൽ നല്ലോണം ആൾക്കാർ ഭയങ്കരമായിട്ട് നമ്മളെ തള്ളും, പോലീസുകാർ നമ്മളെ പിടിച്ച് മാറ്റും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ആ വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശബരിമലയിലോട്ട് പോകാം, ഈ വഴി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീട്ടിലോട്ടും പോകാം. അപ്പം നമ്മൾ വീട്ടിലോട്ടാണല്ലോ ഇനി പോകുന്നത്. അപ്പോഴും ദാ പിന്നെയും തിരുവാഭരണം ഒരു വട്ടം കൂടെ കാണാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ ടി വിയിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യം ഞാനിപ്പോൾ നേരിട്ട് കാണുന്നു. എനിക്ക് ഈ തിരുവാഭരണം തലയിൽ വെച്ചുകൊണ്ട് വന്ന ആൾക്കാരെ കാണുമ്പോൾ അസൂയ തോന്നും. എന്ത് പുണ്യം ചെയ്തിട്ടായിരിക്കും അവർക്കിപ്പം ഇങ്ങനെ ഇത് കൊണ്ടുപോകാൻ പറ്റുന്നത്? ഇതായിരിക്കുമല്ലോ മകരവിളക്കിന് അയ്യപ്പൻ്റെ ദേഹത്ത് ചാർത്താൻ പോകുന്നത്. ഞങ്ങൾ തിരുവാഭരണം കണ്ടു. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്, ഇടിയും തള്ളും എല്ലാം അവസാനം കണ്ടു, പോയി, തിരുവാഭരണം പോയി. അപ്പം ഇത്രേ ഉള്ളൂ. എന്നാൽ ശരി, ഭയങ്കര സന്തോഷം.